ലൈംഗിക അതിക്രമ കേസിൽ മുൻ ഗവൺമെന്റ് ലീഡർ PG മനുവിന് മുൻകൂർ ജാമ്യമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. അഡ്വക്കേറ്റ് CN പ്രകാശ് CN പ്രകാശ്, കോടതിയുടെ ഇടപെടൽ വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിലുണ്ടായിരുന്നു നേരത്തെ മുതൽ. ഇരയുടെ അടക്കമുള്ള മാനസികാവസ്ഥ പരിശോധിക്കണമെന്നടക്കം അപ്പോൾ തന്നെ ഈ കേസിന് ഗൗരവം ബോധ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ എന്താണ് കോടതിയുടെ നിരീക്ഷണം ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട്? നിയമോപദേശം തേടാനെത്തിയ യുവതിയെ ലൈംഗികമായി അതിക്രമത്തിന് ഇരയാക്കി പീഡിപ്പിച്ചു എന്നതാണ് ഹൈക്കോടതിയിലെ മുൻ സീനിയർ ഗവൺമെന്റ് ലീഡർ കൂടിയായ PG മനുവിനെതിരായിട്ടുള്ള കേസ്. ചോറ്റാനിക്കര പോലീസാണ് ഇത് സംബന്ധിച്ച് കേസ് FIR രജിസ്റ്റർ ചെയ്തത്. ഈ ഘട്ടത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ PG മനു സമീപിച്ചത്. രണ്ടാഴ്ചക്കാലമായി 2-3 തവണ ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടക്കുകയുണ്ടായി. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിജീവിതയുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥ തേടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാവുകയും മുതിർന്ന വനിതാ അഭിഭാഷക തന്നെ ഇത് ചുമതലപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ PG മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. PG മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണ് ചെയ്തിട്ടുള്ള ജസ്റ്റിസ് P ഗോപിനാഥ് അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ച്. 10 ദിവസത്തിനകം പോലീസിന് മുമ്പാകെ സറണ്ടർ ആവണം, കീഴടങ്ങണം എന്ന നിർദ്ദേശവും ഇതിന്റെ ഒപ്പം നൽകിയിട്ടുണ്ട്. കീഴടങ്ങിയാൽ ഉടൻ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി എത്രയും വേഗം മജിസ്ട്രേറ്റ് കോടതി ജയിൽ അപേക്ഷ തീർപ്പാക്കണമെന്ന നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ശരി, CN പ്രകാശ് വിവരങ്ങൾ പങ്കുവച്ചു.